നമസ്കാരം. ഞാൻ ഡോക്ടർ ആൻസി ടി ജേക്കബ്, കൺസൾട്ടൻറ്റ് ഗൈനി ലാപ്രോസ്കോപ്പിക് സർജനും പ്രൊഫസർ ഇൻ ഗൈനക്കോളജിയാണ്. ഇവിടെ ട്രാവൻകൂർ മെഡിസിറ്റി കൊല്ലം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇവിടെ അനൂപ് ന്യൂ ലൈഫ് കെയർ അവിടെയും വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഗർഭിണികൾക്കുള്ള കുറച്ച് സംശയങ്ങളും അതിൻ്റെ ഒരു സംശയ നിവാരണവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിലെ അവർക്ക് മിക്കവാറും ഉള്ളൊരു സംശയം, എപ്പോഴാണ് ഇവർ ആദ്യമായിട്ട് ഒരു ഡോക്ടറെ കാണേണ്ടത്, അല്ലെങ്കിൽ കാണുന്നത് എന്താണ്, അതിൻ്റെ ആവശ്യകത എന്താണ്. അപ്പോൾ അതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ, എപ്പോഴാണ് ഇവർ ഗർഭിണിയാണെന്ന് തിരിച്ചറിയുന്ന സമയം. സാധാരണ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യുക, വീട്ടിലൊരു ഹോം പ്രഗ്നൻസി കിറ്റ് എന്ന് പറയും. അത് ചെയ്യുന്ന പ്രകാരമായിരിക്കും നമ്മുടെ പീരീഡ് മിസ്സായിട്ട് വരുന്ന സമയത്തായിരിക്കും അവർ അറിയുന്നത്. എപ്പോഴവർ ആദ്യം തിരിച്ചറിയുന്നോ ആ സമയത്ത് തന്നെ ഡോക്ടറെ മസ്റ്റായിട്ട് കാണണം. അത് നമ്മൾ ഫസ്റ്റ് വിസിറ്റ് അല്ലെങ്കിൽ ബുക്കിംഗ് വിസിറ്റ് എന്നാണ് പറയുന്നത്. ഇത് എന്തിനാണ് ഈ വിസിറ്റിൽ കാണേണ്ടതെന്ന് വെച്ചാൽ, കുറേ കാര്യങ്ങൾ നമുക്കതിൽ കാര്യങ്ങൾക്ക് ഒരു ഇത് കിട്ടും. ആദ്യത്തേതെന്ന് വെച്ചാൽ, ഡോക്ടറെ വന്ന് കൺസൾട്ട് ചെയ്ത് നമുക്ക് ശരിക്കും ഈ പ്രഗ്നൻസി എത്ര, നമ്മൾ പറയും എത്ര കാലാവധിയായി, അല്ലെങ്കിൽ എത്ര, നമ്മൾ പറയും പീരീഡ് ഓഫ് ജസ്റ്റേഷൻ എത്ര സമയം വരെ ആയി, ഡ്യൂറേഷൻ എത്രയായി, ഈ കാര്യങ്ങൾ അറിയാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, അപ്പോൾ അതുണ്ടെങ്കിൽ ഡോക്ടറുമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി ഇതൊന്നും കൂടാതെ വേറെ കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ, ഇവർക്ക് എന്തെങ്കിലും ഗർഭിണി ഇപ്പോൾ ആയെങ്കിലും ഇവർക്ക് നേരത്തെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരുന്നവരാണോ. ഇപ്പോൾ പല രീതിയിൽ ചിലർക്ക് ഇപ്പം നമുക്ക് പറയാം, ഇപ്പം ആസ്മയുടെ അസുഖം ഉണ്ടാവും, അല്ലെങ്കിൽ ചിലർക്കൊക്കെ ഹാർട്ടിന് അസുഖങ്ങളുള്ളവരായിരിക്കാം. അതും അല്ലെങ്കിൽ എന്തെങ്കിലും അവർ ഗുളികകൾ കാലങ്ങളായിട്ട് എന്തെങ്കിലും ഗുളികൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ ഗർഭിണിയാകുമ്പോൾ തീർച്ചയായിട്ടും എത്രയും നേരത്തെ തന്നെ ഡോക്ടറെ കാണണം എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ നേരത്തെ പ്രഷർ ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഷുഗർ ഉള്ളവരായിരിക്കാം. അപ്പോൾ ഇവരെല്ലാം തന്നെ ഡോക്ടറെ എന്തായാലും കണ്ടിരിക്കണം. ഇനി അഥവാ ഇത് ഇല്ലാത്തവരാണെങ്കിൽ പോലും ഈ ഒരു സമയത്ത് ഡോക്ടറുമായിട്ട് അവരുടെ എല്ലാ വിവരങ്ങളും അറിയുമ്പോൾ ചിലപ്പോൾ ഇവർക്ക് ഇപ്പോൾ എന്തെങ്കിലും പുതിയ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് അസുഖങ്ങളുണ്ടോ, ഈ വിവരങ്ങളെല്ലാം തന്നെ ഈ ഒരു സമയത്ത് ഈ ഫസ്റ്റ് വിസിറ്റിൽ നമുക്കറിയാൻ പറ്റുന്നതാണ്. പിന്നെ കൂടാതെ ഇവർക്ക് എന്തെങ്കിലും ഇപ്പോൾ പ്രത്യേകിച്ച് വയറുവേദന, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലീഡിങ്ങോ, ഇങ്ങനെ എന്തെങ്കിലും ഈ ആദ്യത്തെ വിസിറ്റിനോടനുബന്ധിച്ചുണ്ടെങ്കിൽ അതും ഡോക്ടറിനോട് സംസാരിക്കുകയും ആവശ്യമെങ്കിൽ ഒരു അൾട്രാസൗണ്ട് അല്ലെങ്കിൽ സ്കാനിങ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ പറയും ഇതിൽ ഏറ്റവും നമ്മൾ ബുദ്ധിമുട്ടായിട്ട് വിചാരിക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എക്ടോപിക് പ്രഗ്നൻസിയാണ്. എക്ടോപിക് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഗർഭം വരേണ്ടത് യൂട്രസിൻ്റെ ഉള്ളിലാണ്. അപ്പം അതിന് പകരം യൂട്രസിന് പുറത്ത് ട്യൂബിലാണ്, 2 ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറയും. അപ്പോൾ അതിൽ പ്രഗ്നൻസി ആവുക എന്ന് പറയുന്നത് ഒരു ഡേഞ്ചർ കണ്ടീഷനാണ്. നമ്മളൊരു വാർണിംഗ് സൈനായിട്ടാണ് പറയുന്നത്. കാരണം അതിൽ ഗർഭം മുന്നോട്ട് പോകാൻ പറ്റാതെ വരികയും അത് ട്യൂബ് പൊട്ടി പോകുന്ന ഒരു ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല, അതിൽ നമ്മൾ ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടാവുകയും പറഞ്ഞാൽ മരണം വരെ സംഭവിക്കാൻ ഒരു ചാൻസും ഉള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ലക്ഷണങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറുമായിട്ട് അത് പങ്കുവെക്കേണ്ടതാണ്. ഇനി മറ്റൊരു സംശയം സാധാരണ ഗർഭിണികൾക്കുള്ളത്, നമ്മൾ ഗർഭിണിയായിരിക്കുമ്പോൾ സ്കാനിങ് ചെയ്യുന്നത് സേഫാണോ, സുരക്ഷിതമാണോ എന്നുള്ളതാണ്. അതിനുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ, ഈ സ്കാനിങ് നമ്മൾ പറയുന്നത് അൾട്രാസൗണ്ടാണ്. അതൊരു സൗണ്ട് എനർജിയുടെ ഒരു ഹൈ ഫ്രീക്വൻസിയിലാണ് ഈ അൾട്രാസൗണ്ട് എടുക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പം വേറൊന്നും വിചാരിക്കേണ്ട, അതായത് സൗണ്ട് എനർജി നമുക്ക് സേഫാണ്, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ അത് തീർത്തും നമുക്ക് പ്രഗ്നൻസിയിൽ സേഫാണ്. അത് ഇനി നമുക്ക് ആവശ്യമുള്ള അനുസരിച്ചിട്ട് ചെയ്യുന്നതിന് ഒരു പ്രശ്നം തന്നെ സ്കാനിങ് ഇല്ല. അപ്പോൾ സുരക്ഷിതമാണെന്നുള്ളതിൽ സംശയം വേണ്ട. ഇനി എപ്പോഴൊക്കെയാണ് സ്കാനിങ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് എത്ര സ്കാനിങ് ചെയ്യണം, അത് നമ്മൾ പറയുമ്പോൾ ഏറ്റവും ഒരു ഫസ്റ്റ് സ്കാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ പ്രഗ്നൻസി തുടക്കമുള്ള സമയത്ത് അതിൽ തന്നെ ഫസ്റ്റ് സ്കാനിങ് ചെയ്യണമെന്ന് മസ്റ്റൊന്നുമില്ല. പക്ഷേ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ബ്ലീഡിങ്, അല്ലെങ്കിൽ വയറുവേദന, അസഹ്യമായ വയറുവേദന, ഇത്തരത്തിലൊക്കെ ഒരു ലക്ഷണങ്ങൾ കാണിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും സ്കാൻ ചെയ്തിരിക്കണം. കാരണം ഈ എക്ടോപിക് പ്രഗ്നൻസി അല്ലെങ്കിൽ ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറയുന്നൊരു കണ്ടീഷൻ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ അതിനെന്തെങ്കിലും അത് ഏറ്റവും കോമൺ ആയിട്ടുള്ള കാര്യമല്ല, പക്ഷേ അതാണെങ്കിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചിരിക്കേണ്ട കണ്ടീഷനാണ്. അപ്പം യൂട്രസിൽ തന്നെയാണ് ഈ ഗർഭം എന്നുള്ളത് നമ്മളൊന്ന് ഉറപ്പിക്കേണ്ടത് അത്യാവശ്യമുണ്ട് ഇത്തരം സാഹചര്യത്തിൽ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് സ്കാനിങ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ സ്കാനിങ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 3-ാം മാസം
അതായത് 3-ാം മാസത്തിൽ ഈ സ്കാനിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത 2 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് ഈ പ്രഗ്നൻസി എത്ര നാളായി, അതിൻ്റെ ഡ്യൂറേഷൻ എത്ര നാളായി എന്നുള്ള വിവരം കിട്ടും. രണ്ടാമത്, അത് നമ്മൾ പറയുമ്പം ഡൗൺസ് സിൻഡ്രോം കുഞ്ഞുങ്ങളുടെ ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ്. ഈ ഡൗൺസ് എന്ന് പറഞ്ഞാൽ മാനസിക അല്ലെങ്കിൽ ബുദ്ധി മാന്ദ്യമുള്ള കുഞ്ഞുങ്ങളുടെ ഒരു ലക്ഷണങ്ങൾ കാണിക്കുന്ന, നമുക്ക് ഈ സ്കാൻ പ്രകാരം തിരിച്ചറിയാവുന്ന ഒരു സമയമാണിത്. ഇത് എല്ലാവർക്കും ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഇത് എല്ലാവർക്കും ചെയ്യാം. കാരണം ആ റിസ്ക് നമുക്ക് ഈ ഒരു സമയത്ത് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് നേരത്തെ അവർക്ക് അങ്ങനെയുള്ള പ്രത്യേക റിസ്ക് ആയിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ സ്കാനിങ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 3-ാം മാസത്തെ സ്കാനിങ്, അതിനോടൊപ്പം നമ്മൾ ഒരു ബ്ലഡ് ടെസ്റ്റ്, ഒരു ഡബിൾ മാർക്കർ എന്ന് പറഞ്ഞ ബ്ലഡ് ടെസ്റ്റും ഉണ്ട്. ഇത് ഓപ്ഷനിലാണ്, പക്ഷേ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഗുണവുമുണ്ട്. അപ്പോൾ ഈ ഒരു സ്കാനിങ് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്ന സ്കാനിങ് നമ്മൾ 5-ാം മാസത്തെ സ്കാനിങ്. ഇപ്പോൾ നമ്മളോട് ആരെങ്കിലും ചോദിക്കുക, നമുക്ക് ഈ ഗർഭിണിയായിരിക്കുമ്പോൾ ഒറ്റ സ്കാൻ ചെയ്യാനേ ഞങ്ങൾ താല്പര്യപ്പെടുന്നുള്ളൂ. ആ സ്കാനിങ് ഏതാണെന്ന് ചോദിച്ചാൽ ഈ 5-ാം മാസത്തെ സ്കാനിങ് തന്നെയാണ്. അപ്പോൾ ഈ 5-ാം മാസത്തിലുള്ള സ്കാനിങ്ങിൽ നമ്മൾ പ്രത്യേകത ഡീറ്റെയിൽ സ്കാനിങ് ആണ്. ഇപ്പോൾ അത് 4D എന്നൊക്കെ പറഞ്ഞുള്ള പ്രകാരമൊക്കെ സ്കാനിങ് ഉണ്ട്. അതെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നു എന്നുള്ളതാണ്. അപ്പം ആന്തരിക അവയവങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നു. അതുകൂടാതെ ഈ 4D സ്കാനിലൊക്കെ കുഞ്ഞിൻ്റെ ഫേസ്, അപ്പോൾ അതിലുള്ള ഡീറ്റെയിൽസ് എല്ലാം, അപ്പോൾ അതിലുള്ള എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടെങ്കിലൊക്കെ തിരിച്ചറിയാൻ പറ്റും. അപ്പം എല്ലാം ഇങ്ങനെ ഡീറ്റെയിൽ നോക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്ത് നോക്കുന്ന സ്കാനിങ് ആണ്. അപ്പോൾ ഈ 5-ാം മാസത്തെ സ്കാനിങ് നമ്മൾ മസ്റ്റായിട്ടും അത് ചെയ്യേണ്ട ഒരു സ്കാനിങ് തന്നെയാണ്. പിന്നുള്ള സ്കാനിങ് നമ്മൾ നിർബന്ധപൂർവം ഇല്ല, പക്ഷേ ആവശ്യം അനുസരിച്ചിട്ട് ചെയ്യാം. നമ്മൾ സാറിന് 8-ാം മാസത്തിലൊരു സ്കാനിങ് പറയാറുണ്ട്. എന്തിനെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ വളർച്ചയും കാര്യങ്ങളും എങ്ങനെ പോകുന്നു, കുഞ്ഞിൻ്റെ ആക്ടിവിറ്റിയൊക്കെ എങ്ങനെയുണ്ട്, നല്ലതായിട്ട് ഇരിക്കുവാണോ, അപ്പോൾ ഈ ഡീറ്റെയിൽസ് നമുക്ക് കുറച്ച് വ്യക്തമായിട്ട് അറിയാം ഈ 8-ാം മാസത്തിലൊക്കെ ആകുമ്പം. പിന്നെ ഡേറ്റിനടുത്തിട്ടും ഇതൊന്നും നമുക്ക് മസ്റ്റ് എന്നൊന്നും പറയുന്നില്ല, പക്ഷേ ഇപ്പോൾ നമുക്ക് സ്കാനിങ്ങിൻ്റെ അവൈലബിലിറ്റി ഉള്ളതുകൊണ്ടും കൂടുതലായിട്ട് കുഞ്ഞിനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നതുകൊണ്ടും നമുക്ക് ഈ ഡേറ്റിനടുത്തും കൂടെ നോക്കിയാൽ എങ്ങനെയാണ് കുഞ്ഞിൻ്റെ കണ്ടീഷൻ, അപ്പോഴത്തേക്ക് നമ്മൾ കുഞ്ഞിൻ്റെ ആക്ടിവിറ്റി അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് കൂടുതൽ നോക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള സമയങ്ങളിലാണ് നമ്മൾ സ്കാനിങ് സാറിന് ചെയ്യുന്നത്.